ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ പറയാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ എയർപോഡ്സ് തേർഡ് ജനറേഷന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പുതിയതായിട്ട് വരുന്ന ഫീച്ചേഴ്സും പിന്നെ നമ്മുടെ എയർപോഡ്സ് പ്രോയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എനിവേ, നമുക്ക് ഡിലേ ചെയ്യാതെ നമ്മുടെ എയർപോഡ്സ് തേർഡ് ജനറേഷന്റെ അൺബോക്സിംഗ് കാണാം. ഓക്കെ, നമുക്ക് നമ്മുടെ എയർപോഡ്സ് ജനറേഷൻ ഇവിടെ അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ എയർപോഡ്സ് പ്രോയിൻ്റെ ബോക്സ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സെയിം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആണ് ഇവിടെ വരുന്നത്. ഓൺലി ഡിഫറൻസ് ഇസ് ദ ഡെപ്ത് ഓഫ് ഇറ്റ്. ഇനി ഡെപ്ത് ഇച്ചിരി കൂടെ കൂടാൻ കാരണം എനിക്ക് തോന്നുന്നു എയർപോഡ്സ് പ്രോയിന് സിൽക്ക് ആൻഡ് ടിപ്സ് ഇല്ല, അത് ആഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എയർപോഡ്സ് തേർഡ് ജനറേഷൻ ഇവിടെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ടാബ് ഉണ്ട്, അത് പീൽ ചെയ്യാം. ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു ചെറിയ പേപ്പറാണ് ഇവിടെ ഉള്ളത്. നമുക്കത് മാറ്റി വെച്ചിട്ട് നമ്മുടെ എയർപോഡ്സ് തേർഡ് ജനറേഷൻ ഒന്ന് നോക്കാം. രണ്ടാമത് ഏകദേശം നമ്മുടെ എയർപോഡ്സ് പ്രോയിൻ്റെ ഒരു സൈസായിട്ട് തോന്നും ക്യാമറയിൽ, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിന് ഇച്ചിരി കൂടി ഒരു വിഡ്ത്ത് ഉണ്ട്. നമ്മുടെ എയർപോഡ്സും എയർപോഡ്സ് പ്രോയും ഒരു ബേബി ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ റിസൾട്ട്. നമുക്ക് തൽക്കാലം ഇത് മാറ്റി വെച്ച് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ ബോക്സിൽ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റിക്കർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റിക്കർ ഇല്ല, ജസ്റ്റ് ക്വിക്ക് ഗൈഡും വാറണ്ടിയെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഉള്ളൂ. അതാണ് നമുക്കത് മാറ്റി വെക്കാം. വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ? ഒരു സെക്കൻഡ് ഞാൻ ഓർത്തൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇതിനൊരു ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിൾ ഇവിടെ വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ എയർപോഡ്സിൻ്റെ പ്ലാസ്റ്റിക് ഒന്ന് പീൽ ചെയ്യാം. സ്ലൈഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. Okay. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എയർപോഡ്സ് തേർഡ് ജനറേഷൻ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എയർപോഡ്സ് പ്രോയിൻ്റെ ഒരു സെയിം ലുക്ക് തന്നെയാണ്. നമുക്കൊരു സ്റ്റെമ്മ് കമ്പയർ ചെയ്ത് നോക്കാം. ഏകദേശം സെയിം ഹൈറ്റ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് നമ്മുടെ എയർപോഡ്സ് തേർഡ് ജനറേഷൻ നമ്മുടെ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമ്മുടെ ഐഫോൺ അപ് ടു ഡേറ്റ് ആണെന്നാണ്. അപ്പോൾ 15.1 iOS അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ എനിവേ, നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ ഇതിൻ്റെ ഒരു ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള H1 ചിപ്പ് ഇതിൻ്റെ അകത്തുള്ള ചിപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയും അടുത്തുണ്ട് സംഭവം കണക്ട് ചെയ്യുക മകനെന്ന്. അപ്പോൾ നമുക്ക് കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞെക്കാം. മീഡിയ കൺട്രോളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെയാണ് തരുന്നത്. നമുക്ക് തൽക്കാലം സ്കിപ്പ് അടിക്കാം. അത് അത്ര ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ നമ്മുടെ എയർപോഡ്സ് ഐഫോൺ 13 മിനിയുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ വരെ മൂസി എന്നാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. 50% വോളിയം ആണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. pretty good. നല്ല ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എയർപോഡ്സ് പ്രോയിൽ കേട്ട് യൂസ് ടു ആയതുകൊണ്ട് ഇറ്റ് ഡസന്റ് ഫീൽ ദ സെയിം വേ. ബട്ട് ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ എയർപോഡ്സ് ഫസ്റ്റ് ജനറേഷനെക്കാട്ടിലും സെക്കൻഡ് ജനറേഷനെക്കാട്ടിലും സോ മച്ച് ബെറ്റർ ആണ്. ഇനി നമുക്ക് 100% വോളിയം ഇട്ട് നമുക്ക് ഈ പാട്ടൊന്ന് പ്ലേ ചെയ്യാം. എത്രത്തോളം സൗണ്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് വെളിയിൽ കേൾക്കാൻ പറ്റുന്നത്? What's loud, man? Holy What's loud? That's loud. I cannot hear myself talk. അത് ഭയങ്കര ലൗഡ്, ലൈക്ക് ക്രേസി ലൗഡ്. എയർപോഡ്സ് പ്രോയിനെക്കാട്ടിലും ഐ തിങ്ക് ഇറ്റ്സ് ലൗഡർ ദാൻ എയർപോഡ്സ് പ്രോ. Let me see. I have to test it out. എയർപോഡ്സ് പ്രോയിനെക്കാട്ടിലും ലൗഡായിട്ടാണ് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. എയർപോഡ്സ് പ്രോയിനെക്കാട്ടി ഡെഫിനറ്റ് ആയിട്ട് ലൗഡ് ആണ്. ഇനി നമുക്ക് നമ്മുടെ എയർപോഡ്സിൽ വരുന്ന പുതിയ മീഡിയ കൺട്രോൾസിനെ കുറിച്ച് സംസാരിക്കാം. ഈ എയർപോഡ്സിൽ വരുന്ന പുതിയ മീഡിയ കൺട്രോൾസ് എയർപോഡ്സ് പ്രോയിന്റെ കൂട്ട് തന്നെയാണ്. അതായത് ഒരു തവണ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പാട്ട് പ്ലേ ചെയ്യും. 2 തവണ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത പാട്ടിലോട്ട് പോകും. 3 തവണ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ട്രാക്കിലോട്ട് പോകും. സെലക്ട് ചെയ്യുന്ന മീനിങ് ക്ലിക്ക് ചെയ്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിവേ, അതാണ് പുതിയ എയർപോഡ്സിന്റെ ഒരു മീഡിയ കൺട്രോൾസ്. പക്ഷേ എനിക്കിതിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു എയർപോഡ്സിന് ആ ഒരു സിൽക്ക് ആൻഡ് ടിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ എന്റെ കൂട്ടുള്ള വിയേർഡ് ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മേ ബി എയർപോഡ്സ് ചേരത്തില്ലായിരിക്കും. അവർക്ക് അവിടെ ഇയറിൽ അത് നല്ലപോലെ ഇരിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഒരു പാട്ട് മാറ്റാൻ നോക്കുവാന്ന് വെച്ചാൽ 3 തവണ ഞാൻ ക്ലിക്ക് ചെയ്തു പ്രീവിയസ് ട്രാക്കിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇളകി വരുന്നതിന്റെ കൂട്ട് തോന്നും. ഐ ഹോപ്പ് ദാറ്റ് മേക്സ് സെൻസ്.
ഇനി നമുക്ക് നമ്മുടെ എയർപോർട്സ് തേർഡ് ജനറേഷനിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇതിന് ഈ വർഷം സ്പേഷ്യൽ ഓഡിയോ അവൈലബിൾ ആണ്. സ്പേഷ്യൽ ഓഡിയോ എയർപോർട്സ് പ്രോയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. സ്പേഷ്യൽ ഓഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, നമ്മുടെ തല മൂവ് ചെയ്യുന്നതിന്റെ കൂടി തന്നെ ആ ഒരു സൗണ്ട് സോഴ്സ് അഡാപ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിയുവാണെങ്കിൽ ഇവിടെ വരുന്ന സൗണ്ട് ഇച്ചിരി കൂടെ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഇഴയിലോട്ടായിരിക്കും. പിന്നെ പുതിയതായിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അഡാപ്റ്റീവ് ഇക്യു ആണ്. അപ്പോൾ അഡാപ്റ്റീവ് ഇക്യു എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പാട്ട് കേട്ടോണ്ടിരിക്കുകയെന്ന് വെച്ചോ, എയർപോർട്സ് നമ്മൾ കേൾക്കുന്ന പാട്ട് ലിസൺ ചെയ്ത് അതനുസരിച്ച് അതിന്റെ സൗണ്ട് വേവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. ദാറ്റ്സ് ദ ഈസിയസ്റ്റ് വേ ഐ കൻ ഡിഫൈൻ. അപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് ദാറ്റ് ബീൻ ദ ബെസ്റ്റ് വേ ടു ഹിയർ ഇറ്റ്. പിന്നെ പുതുതായിട്ട് നമ്മുടെ എയർപോർട്സിൽ വന്നത് സ്കിൻ ഡിറ്റക്ട് സെൻസർ ആണ്. ഈ ഒരു ഫീച്ചർ നമ്മുടെ എയർപോർട്സ് പ്രോയിൽ പോലും ഇല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓബിയസ്ലി നമ്മൾ ചെവി വെക്കുമ്പോൾ ഇതിനറിയാം നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ചെവി ഇത് ഇറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പാട്ട് പോസ്റ്റ് ചെയ്യും. ഇതിനൊരു സെൻസർ ഉണ്ട്. ആ സെൻസർ ഉപയോഗിച്ചാണ് ഇതിനറിയാൻ പറ്റുന്നത് ഇപ്പം ചെവിയിലിരിക്കുകയാണോ അല്ലയോ എന്ന്. നമ്മൾ ഈ ഒരു ഹെഡ്സെറ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ ആ പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യും. കാരണം ഒബിയസ്ലി ഇറ്റ്സ് സ്റ്റിൽ എ സ്കിൻ. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും സംസാരിക്കാൻ വരുമെന്ന് വെച്ചോ, മിക്കവാറുള്ള ആൾക്കാർ ഒബിയസ്ലി ഇത് ചിലപ്പോൾ പോക്കറ്റ് ഇടുമായിരിക്കും. കാരണം നിൽക്കുമായിരിക്കും നിങ്ങൾ. അങ്ങനെ പോക്കറ്റ് ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിനറിയാം ഇതൊരു സ്കിൻ അല്ല, അതുകൊണ്ട് പാട്ട് പോസ്റ്റ് ചെയ്യണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും പ്ലേ ചെയ്യും. കാരണം ആ ഒരു സെൻസർ ബ്ലാക്ക്ഡ് ഔട്ട് ആയതുകൊണ്ട്, അതായത് ക്ലോസ്ഡ് ആയതുകൊണ്ട് വുഡ് തിങ്ക് ദാറ്റ് ഇസ് സ്റ്റിൽ ഇൻ യുവർ ഇയർ ആൻഡ് വുഡ് കണ്ടിന്യൂ ടു പ്ലേ ദ മ്യൂസിക്. ഇനി നമുക്ക് നമ്മുടെ എയർപോർട്സ് തേർഡ് ജനറേഷന്റെ ബാറ്ററി കുറിച്ച് സംസാരിക്കാം. ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് നമ്മുടെ എയർപോർട്സും കൊണ്ട് 6 മണിക്കൂർ ലിസണിംഗ് ടൈമാണ് കിട്ടുന്നത്. ആൻഡ് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ചാർജ് ചെയ്തുകൊണ്ട് കേൾക്കുവാണെങ്കിൽ 30 മണിക്കൂറോളമാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി കേസ് ഉപയോഗിച്ച് ഈ ഒരു എയർപോർട്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ദാറ്റ്സ് പ്രീറ്റി ഗുഡ് നമ്പേഴ്സ്. അവസാനമായിട്ട് ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇഫ് ദിസ് എയർപോർട്സ് ഈസ് വർത്ത് യുവർ മണി. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എയർപോർട്സ് തേർഡ് ജനറേഷന്റെ പൈസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പൈസ സേവ് ചെയ്ത് എയർപോർട്സ് പ്രോ മേടിക്കാനായിരിക്കും. വെരി ലൈക്ലി അടുത്ത വർഷമോ അല്ലെ മേ ബി ഈവൻ ദിസ് ഇയർ എയർപോർട്സ് പ്രോ ഇറക്കാൻ ചാൻസ് കാണുമായിരിക്കും, പുതിയ ഒരു വെർഷൻ. ഇപ്പോൾ എയർപോർട്സ് പ്രോ, അതായത് ഓൾഡർ വെർഷൻ ഓഫ് എയർപോർട്സ് പ്രോ നമുക്ക് ഇച്ചിരി കൂടി ഡിസ്കൗണ്ട് കിട്ടാൻ പറ്റും. എങ്കിൽ വെയിറ്റ് ചെയ്ത് അത് മേടിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പൈസ സേവ് ചെയ്ത് എയർപോർട്സ് പ്രോ മേടിക്കുക. ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ലായിരിക്കും. എനിവേ, നിങ്ങൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം ബൈ.